ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചന്ദമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. ഭാരതീയ ക്ഷേത്ര സങ്കല്പങ്ങൾ എന്നാൽ ശാരീരികവും മാനസികവും കുടുംബപരവും സാമൂഹികവുമായ സമഗ്ര ചൈതന്യത്തിന്റെ സ്രോതസ്സുകളാണ്. ഈ അർത്ഥത്തിൽ വണ്ടാഴി കിഴക്കേത്തറ മഹാമാരിയമ്മൻ കോവിൽ മക്കളെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്ന, ശയാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കുന്ന പുണ്യസങ്കേതമാണ്. മഞ്ഞൾ നീരാട്ട് എന്ന വിശിഷ്ടമായ ആചാരം അനുവർത്തിക്കുന്നതും പ്രസ്തുതമായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ആധുനിക ശാസ്ത്രം ഔഷധമൂല്യം എന്ന നിലയിൽ വില കൽപ്പിച്ചിട്ടുള്ള മഞ്ഞളും ശക്തമായ ഒരു അണുനാശിനിയായ ആര്യവേപ്പിലയും ചേർന്ന് ഒരു മിശ്രിത കൂട്ടിൽ ജലം ചേർത്ത് തയ്യാറാക്കിയ മഞ്ഞൾ നീര് ശരീരത്തിലേക്ക് ഒഴിച്ച് രോഗപീഠയും ബാലപീഠയും മാറ്റിത്തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി പന്തി ഉരുളുന്നതും വിശിഷ്ടവും ഭക്തിപരവുമായ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ദേവിയുടെ തിരുസന്നിധിയിൽ തലമുറകളായി തുടരുന്ന വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും അപൂർവമായ ഒരു ചടങ്ങാണ് അമ്മൻ തൊട്ടിൽ. ശ്രീകോവിലിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന തൊട്ടിലിൽ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി ആട്ടിക്കൊണ്ട് അവരുടെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും ഐശ്വര്യപൂർണമായ ജീവിതത്തിനുമായി അമ്മയുടെ അനുഗ്രഹം തേടുകയാണ് ഭക്തജനങ്ങൾ. വിശ്വാസത്തിന്റെ കരുതലിൽ 3 വട്ടം ആടുന്ന ഈ തൊട്ടിൽ മാതൃസ്നേഹത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും പ്രതീകമായി ഭക്തരുടെ ഹൃദയങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നു. അമ്മ മാരിയമ്മയുടെ കരുണയും കാവലും എല്ലാ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. അറിഞ്ഞോ അറിയാതെയോ വന്നടഞ്ഞ അവിഹിതങ്ങളെ അകറ്റി അമ്മയെ നീ അടിയങ്ങളെ കാത്തുകൊള്ളേണമേ എന്ന് പ്രാർത്ഥിച്ച് ഫലപ്രാപ്തി കൈവരുമ്പോൾ ഉപകാരസ്മരണാർത്ഥം പൊങ്കൽ വയ്ക്കാൻ വഴിപാട് നേരുകയും അത് അമ്മയുടെ ഉത്സവ ദിനത്തിൽ നടത്തുകയും ചെയ്യുന്നതിനെയാണ് വഴിപാട് പൊങ്കൽ ചടങ്ങ് എന്ന് പറയുന്നത്. ലോകമാതാവാണ് ദേവി എന്ന തത്വത്തിൽ ജാതിയും മതത്തിനും ദേശത്തിനും ഭാഷയ്ക്കും നിറത്തിനപ്പുറത്ത് അതിരുകളില്ലാത്ത സ്നേഹത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് സനാതനധർമ്മത്തിന്റെ ആധാരശിലയായ കർമ്മം അനുഷ്ഠിക്കുകയാണ് വഴിപാട് പൊങ്കൽ സമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പൊങ്കൽ മഹോത്സവത്തിന്റെ അവസാന ദിനങ്ങളിൽ നടത്തുന്ന കാവൽ മൂർത്തികൾക്കും സംഹാരമൂർത്തികൾക്കും ഉള്ള ബലികർമ്മമാണ് കുരുതി എന്ന വെട്ടിയാട്ടൽ. ഇപ്രകാരം പ്രീതിപ്പെടുത്തുന്നതോടെ കൂടുതൽ കരുത്താർജിക്കുന്ന മൂർത്തികൾ കുംഭം താഴ്ത്തി നടയടച്ച് 7 നാളുകൾ തട്ടകത്തിന്റെ സമ്പൂർണ്ണ സംരക്ഷണം ഏറ്റെടുക്കുന്നു. മാതാവ് ഉറങ്ങുമ്പോൾ മക്കൾ സംരക്ഷിക്കണം എന്ന പ്രമാണം ഇവിടെ പ്രാവർത്തികമാകുന്നു. ബലിസമർപ്പണം കഴിഞ്ഞാൽ അനന്തരം ആൾക്കൂട്ടം ആർപ്പുവിളികളോടെ രുദ്രച്ചോറ് ആകാശത്തിലേക്ക് എറിഞ്ഞ് അസുരവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി 4 ദിക്കുകളും കാക്കുന്ന മുനീശ്വരന്മാർക്ക് ബലിസമർപ്പണം നൽകി ഗാത്രശുദ്ധി വരുത്തി വീണ്ടും ശ്രീകോവിലിലേക്ക് പ്രവേശിക്കുന്നു. സത്യകുംഭം താഴ്ത്തൽ എന്ന പരിസമാപ്തി കർമ്മത്തിലേക്ക് കടക്കുന്നു ഭക്തർ. വിശ്വാസത്തിന്റെ തിരുനാളങ്ങൾ തെളിയിച്ച പൊങ്കൽ മഹോത്സവത്തിന് സമാപനം കുറിച്ച് ദേവീ ചൈതന്യം ആവാഹിച്ച സത്യകുംഭം ജലത്തിൽ സമർപ്പിക്കുന്നു. ജലത്തിൽ ലയിക്കുന്നത് ഒരു കുംഭമല്ല, ഭക്തിയുടെ പ്രാർത്ഥനകളും നേർച്ചകളുമാണ്. അടുത്ത ഉത്സവത്തിലേക്കുള്ള പ്രതീക്ഷയും അനുഗ്രഹവും കരുതിവെച്ച് ദേവീശക്തി പ്രകൃതിയോട് ഒന്നാകുന്ന അത്യപൂർവ നിമിഷം. വരാഹരൂപം ദൈവവരീഷ്ടം പരസ്മിതവദനം വജ്രദന്തധര രക്ഷാകവചം ദേവിയുടെ സത്യകുംഭം ശിരസിൽ താങ്ങി പൂജാരി മുന്നേറുന്നു. പിന്നിൽ അകമഴിഞ്ഞ ഭക്തി നിറവോടെ ഭക്തജനങ്ങൾ. ക്ഷേത്രത്തെ വലം വച്ച് ഓരോ ചുവടും സമർപ്പണത്തിന്റെ പ്രാർത്ഥനയായി മാറുമ്പോൾ സത്യകുംഭം വിശുദ്ധ ജലത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. വിശ്വാസവും ഭക്തിയും ഒരേ വഴിയിലൂടെ ഒഴുകുന്ന ആ പുണ്യനിമിഷം. മുന്നിൽ സത്യകുംഭം, പിന്നിൽ അചഞ്ചലമായ ഭക്തിസാഗരം. ഓരോ ചുവടിലും പ്രാർത്ഥനയും ഓരോ നിമിഷത്തിലും സമർപ്പണവും നിറച്ച് ദേവിയുടെ സത്യകുംഭം വിശുദ്ധ ജലത്തിലേക്ക് പ്രയാണം ആരംഭിക്കുന്നു.
പുഷ്പങ്ങൾ വന്ന് വീഴുന്നത് കുംഭത്തിനു മേലല്ല, ഭക്തിയുടെ ഹൃദയത്തിനു മേലാണ്. ഭസ്മം ചാർത്തപ്പെടുന്നത് ഒരു കലശത്തിലല്ല, വിശ്വാസത്തിന്റെ മുഖത്താണ്. ഓരോ അർപ്പണവും ഓരോ പ്രാർത്ഥനയും ഏറ്റുവാങ്ങി ദേവിയുടെ സത്യകുംഭം വിശുദ്ധ ജലത്തിലേക്കുള്ള യാത്ര തുടരുന്നു, അനുഗ്രഹം ഒഴുകുന്ന ഒരു നദി പോലെ. ഭൂമിയെ സ്പർശിക്കാതെ വിരിച്ച തുണിപ്പാതയിലൂടെ ദിവ്യതയുടെ യാത്ര തുടരുന്നു. ശിരസിലൊരു ദൈവിക സമർപ്പണവും പിന്നിലൊരു ഭക്തിസാഗരവും. ജലത്തോടുള്ള സംഗമത്തിലേക്ക് നീങ്ങുന്ന ഈ യാത്ര ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അപൂർവ ദൃശ്യമാണ്. ആയിരം ഭക്തഹൃദയങ്ങളുടെ പ്രാർത്ഥനകൾ പേറി വന്ന സത്യകുംഭം ഒടുവിൽ വിശുദ്ധ ജലത്തിന്റെ കരയിൽ എത്തി നിൽക്കുന്നു. ഇനി ശേഷിക്കുന്നത് സമർപ്പണത്തിന്റെ ആ അവസാന നിമിഷം മാത്രം. പുഷ്പങ്ങളുടെ സുഗന്ധവും മന്ത്രങ്ങളുടെ പവിത്രതയും സാക്ഷിയാക്കി ജലവുമായി ലയിക്കാനൊരുങ്ങുന്ന ആ ദൈവിക മുഹൂർത്തം. സത്യകുംഭത്തെ അലങ്കരിച്ച മഞ്ഞളിൽ ദേവിയുടെ മംഗളസ്പർശവും സത്യകുംഭത്തിൽ ചുരുട്ടിയ ചരടിലും ഭക്തിയുടെ സമർപ്പണവും നിറഞ്ഞിരിക്കുന്നു. ശ്രീകുറുമ്പ ഭഗവതിയുടെ സന്നിധിയിൽ അവ അനുഗ്രഹത്തിന്റെ പ്രസാദമായി ഭക്തഹസ്തങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. വിശ്വാസം പങ്കുവയ്ക്കപ്പെടുന്ന, അനുഗ്രഹം കൈമാറപ്പെടുന്ന പുണ്യനിമിഷം. ഇനി 7 ദിവസത്തെ വിശ്രമം. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം ചെയ്തു തീർത്ത ചാരിതാർത്ഥ്യത്തോടെ തെറ്റുകൾ ഹരിച്ചും ഗുണിച്ചും വീണ്ടും ശരികളിലേക്കുള്ള പ്രയാണം. ഇനിയും കാത്തിരിക്കാം. നമ്മുടെ വിയർപ്പ് തുള്ളികളും നമ്മുടെ അധ്വാനവും സ്വപ്നമോഹങ്ങളുമെല്ലാം ഒരുപിടി അരികുടിക്കയിലാക്കി കൂട്ടുപിടിച്ച് അടുത്ത മഹോത്സവത്തിനായി നമുക്ക് കാത്തിരിക്കാം. താലിയോലക്കെട്ടുകൾ തുറന്നിട്ട് മന്ത്രങ്ങളെക്കാൾ, പുണ്യതീർത്ഥം നിറച്ച കലശകുംഭങ്ങളെക്കാൾ, പട്ടുടുത്ത അമ്മയുടെ കണ്ണിലെ രൗദ്രതയേക്കാൾ, അസുരവാദ്യത്തിന്റെ പുത്തൻ ചെമ്പടയേക്കാൾ, കോമര കണ്ണുകളിലെ പൈശാചികത്തേക്കാൾ, ബലിക്കലിൽ തലയടിച്ചു പിടഞ്ഞ ബലിമൃഗത്തിന്റെ രോദനയേക്കാൾ, 1000 തിരിയിട്ട എണ്ണവിളക്കിന്റെ ദീപക്കാഴ്ചയ്ക്കും മീതെ കത്തിയെരിയുന്ന കർപ്പൂരനാളത്തിന്റെ അമോഹന്തത്തിനുമപ്പുറം സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാനവ സ്നേഹത്തിന്റെയും മഹാമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ മഹോത്സവം ഇവിടെ കൊടിയിറങ്ങുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.